നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി ഇലോൺ മസ്കിൻ്റെ സമൂഹമാധ്യമ സ്ഥാപനമായ എക്സ്. ഇന്ത്യ സർക്കാർ തങ്ങളുടെ മാധ്യമങ്ങളുടെ ഉള്ളടക്കം അനുമതി കൂടാതെ സെൻസർ ചെയ്യുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ എക്സ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സഹയോഗ് എന്ന പോർട്ടൽ വഴിയാണ് എക്സിലെ ചില ഉള്ളടക്കങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സഹയോഗ് എന്ന വെബ്സൈറ്റ്. ഇന്ത്യക്ക് ദോഷകരമായ രീതിയിൽ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും ഉള്ളടക്കങ്ങൾ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലുണ്ടെങ്കിൽ അത് സ്വമേധയാ നീക്കം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതനുസരിച്ചാണ് കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ എക്സിന് മേലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെയും പലതവണ എക്സിന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. 2021 അന്ന് ട്വിറ്ററായിരുന്ന ഇന്നത്തെ എക്സിൻ്റെ ഓഫീസ് ഡൽഹി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ നൽകിയതിൻ്റെ പേരിലാണ് അന്ന് ഇത്തരത്തിലുള്ള കർശന നടപടി സ്വീകരിച്ചത്. ഏതായാലും കേന്ദ്ര സർക്കാർ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് തങ്ങളുടെ മേൽ ഇത്തരത്തിലുള്ള സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നത് എന്നാണ് എക്സിൻ്റെ ആരോപണം. എന്നാൽ ഇന്ത്യ സർക്കാരാകട്ടെ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ രാജ്യത്തിന് ദോഷകരമായി മാറാൻ സാധ്യതയുള്ള ഒരു കണ്ടൻറ്റും തങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. ഈ സഹയോഗ് എന്ന പോർട്ടലിൽ ചേരാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ എക്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇവർ കോടതിയെ ഇപ്പോൾ സമീപിച്ചത്. എന്നാൽ അമേരിക്കയിലെ മറ്റ് പല വൻകിട IT സ്ഥാപനങ്ങളും സഹയോഗവുമായി സഹകരിക്കാൻ നേരത്തെ തന്നെ മെറ്റ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തീരുമാനിച്ചിരുന്നു. അവർ ഇപ്പോഴും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ എക്സ് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിലൊന്ന്, ഇലോൺ മസ്കിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല ഇന്ത്യയിലുടനീളം ഷോറൂമുകൾ ആരംഭിക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഇലോൺ മസ്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ഇന്ത്യ സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. കർണാടകത്തിലെ ഒരു കോടതിയിലാണ് ഇത് സംബന്ധിച്ച കേസ് ഇവർ നൽകിയിരിക്കുന്നത്. എക്സും ഫേസ്ബുക്കും പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ നോട്ടീസുകൾ അയക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള തങ്ങളെയാണ് എന്നാണ് സഹയോഗം വ്യക്തമാക്കിയിരിക്കുന്നത്. എക്സിൻ്റെ 100 കണക്കിന് പോസ്റ്റുകൾ ഇത്തരത്തിൽ അവർ ഡിലീറ്റ് ചെയ്യാനാണ് അവർ നോട്ടീസ് നൽകിയിട്ടുള്ളത്. തങ്ങൾ അവ നീക്കം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും സഹയോഗം പറയുന്നത്. നോട്ടീസ് നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ എക്സ് ആകട്ടെ ഇവരതെല്ലാം നീക്കം ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് എക്സ് പുറത്തുവിട്ട ചില ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രകോപനകരമാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളയ്ക്ക് പോകാനെത്തിയ യാത്രക്കാർ തിക്കിലും തിരക്കിലും പെട്ട് ഏതാണ്ട് 18ഓളം പേർ മരിച്ച സംഭവത്തിലൊക്കെ തന്നെ ഇവർ നൽകിയ ചിത്രങ്ങൾ പലതും രാജ്യത്തിന് ഹാനികരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എക്സിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരുന്നത്. മാത്രമല്ല രാജ്യവ്യാപകമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് തങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതായും എക്സ് കുറ്റപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള ഏത് സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എലോൺ മസ്കിൻ്റെ സ്ഥാപനമാണെങ്കിലും മറ്റേത് സ്ഥാപനമാണെങ്കിലും നമ്മുടെ നിയമങ്ങളനുസരിച്ച് രാജ്യത്തിന് ഹാനികരമായി മാറാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ ഒരു കാരണവശാലും കൊടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇപ്പോഴും കോടതിയിൽ ഇത് സംബന്ധിച്ച നിയമയുദ്ധം തുടരുക തന്നെയാണ്. കേന്ദ്ര സർക്കാർ തങ്ങളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം എക്സ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പലതും അംഗീകരിക്കാൻ കഴിയാത്തവ തന്നെയാണ് എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് ഹാനികരമായി മാറാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നിരന്തരമായി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്തരം കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്.